ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 2-ാം വാരം, വ്യാഴം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 15 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ വിശുദ്ധ സ്നാപക യോഹന്നാനുള്ള ഒരു വാഴ്ത്തുപാട്ടാണ് നമ്മൾ ശ്രവിക്കുന്നത്. ഈശോ പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. രക്ഷകന്റെ ആഗമനം അറിയിക്കാൻ ഈശോയ്ക്ക് മുമ്പ് അയക്കപ്പെട്ടവനായതിനാൽ സ്നാപക യോഹന്നാൻ ഏതൊരു പ്രവാചകനേക്കാളും വലിയവനായി യേശു കണക്കാക്കുന്നു. എന്നാൽ തൊട്ടടുത്ത വരിയിൽ തന്നെ ഈശോ അതിനേക്കാളും വലിയൊരു മഹിമയെക്കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈശോ പറയുക, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ, സ്നാപക യോഹന്നാനേക്കാൾ വലിയവനാണ്. വിശുദ്ധ ജെറോം പറയുക, സ്വർഗരാജ്യത്തിലെ ഏതൊരു വിശുദ്ധന്മാരും ഇപ്പോൾ ഭൂമിയിലായിരിക്കുന്ന എത്ര മഹത്വമുള്ളവനാണെങ്കിലും അവരെക്കാൾ മഹിമയുള്ളവരാണ്. സഭ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ ഭൂമിയിലെ സമരത്തിലാണ്, സമരസഭയിലാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗത്തിലെ സഭയായ വിജയസഭയാണ്. ഈ ഭൂമിയിൽ നന്നായി സമരം ചെയ്ത് നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാൻ നൽകിയ ഉത്തരവാദിത്തങ്ങൾ ഈശോയുടെ സ്നേഹത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് സ്വർഗത്തിലെ വിജയകിരീടം അണിയുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വലിയ ലക്ഷ്യം. അതിനാൽ ഭൂമിയിലായിരിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു ചെറിയ മാലാഖയായിട്ട് മാറുന്ന ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് വ്യാപരിക്കാം. ദൈവം തമ്പുരാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.